ഹലോ, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നൊരു ഈവനിങ് വ്ളോഗ് കേട്ടോ. ഇപ്പോൾ മോച്ച് വരുന്ന ടൈമൊക്കെ ആയിട്ടുണ്ട്. ഞാനാണെങ്കിൽ കുറച്ച് നേരം കിടന്നുറങ്ങിയിരുന്നു. ഒരു ഉച്ചമയക്കം എന്നൊക്കെ പറയില്ലേ, ഒന്ന് കുറച്ച് നേരം കണ്ണടച്ചപ്പോഴേക്കും പിന്നെ മോച്ച് വരുന്ന ടൈം ആയല്ലോ എന്ന് ഓർത്തപ്പോൾ വേഗം ഒന്ന് എഴുന്നേറ്റതാണ്. പിന്നെ ഒന്ന് വിരിയൊക്കെ നീക്കിയിട്ട് കുറച്ച് വെള്ളമൊക്കെ കുടിച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങാമെന്ന് വിചാരിച്ചു. ആ ടൈമിൽ മോച്ചുവിൻ്റെ ബസ് വന്നു കേട്ടോ. സാധാരണ ബസ് വരുന്ന ഒരു ടൈം ഉണ്ടല്ലോ, അപ്പോഴാണല്ലോ നമ്മൾ പുറത്തിറങ്ങി നോക്കിയിരിക്കുക. ഇപ്പോൾ അതിനു മുമ്പേ ഇന്ന് മോച്ചുവിൻ്റെ ബസ് വന്നിട്ടുണ്ട്. അപ്പം ഞങ്ങൾ വേഗം പോയി എടുത്തുകൊണ്ട് വന്നു കേട്ടോ. പിന്നെ അതേ മോച്ചുവിന് ഇങ്ങനെ ഷൂസൊക്കെ അഴിക്കുന്ന ടൈമിൽ ഭയങ്കര കിന്നാരം പറിച്ചിലായിരിക്കും കേട്ടോ. അവിടെ നടന്ന എല്ലാ കാര്യം നമ്മളോട് പറയും. അപ്പോൾ ഇന്നിപ്പോൾ പറയണത് അവനെ ഗ്രൗണ്ടിൽ ഇറക്കി പിന്നെ TV ഒക്കെ വെച്ച് കൊടുത്തു എന്നൊക്കെയാട്ടോ. ഇവിടെ അന്നമോളാണെങ്കിൽ നല്ല ഉറക്കാട്ടോ. മോച്ച് വന്നതൊന്നും അറിഞ്ഞിട്ടില്ല. ഇനിയിപ്പോൾ എന്തായാലും എഴുന്നേറ്റോളും. കാരണം മോച്ച് പതിയെ പതിയെ ശബ്ദമൊക്കെ ഉണ്ടാക്കി അവളെ എഴുന്നേൽപ്പിക്കും കേട്ടോ. കണ്ടോ, അവൻ നോക്കിയിരിക്കണ കണ്ടോ, അവളെ എഴുന്നേൽപ്പിക്കാൻ വേണ്ടിയാണ് അങ്ങനെ ഇരിക്കണത്. പിന്നെ ആളാണെങ്കിൽ സംസാരം നിർത്തിയിട്ടില്ല കേട്ടോ. ഇപ്പോൾ യൂണിഫോം മാറ്റുന്ന ടൈമിലൊക്കെ മോച്ച് ഇങ്ങനെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അവന് ഈ യൂണിഫോം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അവന് റെഡ് കളറാണ് കൂടുതൽ ഇഷ്ടം. പിന്നെ ഞാൻ അവൻ്റെ ഹോംവർക്കും കാര്യങ്ങളൊക്കെ എന്താ ഉള്ളതെന്നൊക്കെ നോക്കിയിട്ടോ. അധികം കാര്യമായിട്ടൊന്നും ഉണ്ടാവാറില്ല, കാരണം ഈ ടൈം തീരാറായിട്ടുണ്ട്. ഇനി അവന് മാത്സ് മാത്രമേ ഇങ്ങനെ അധികമായിട്ട് നിൽക്കണുള്ളൂ. ബാക്കിയെല്ലാം ഏകദേശം തീർന്നിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാനാണെങ്കിൽ കുറച്ച് നേരമൊക്കെ ഇരുത്തി അങ്ങനെ പഠിപ്പിക്കുകയും ചെയ്യാറുണ്ട്. കുറച്ച് ലൂബിക്ക കിട്ടിയിട്ടുണ്ട് കേട്ടോ. വളരെ കുറച്ചേ കിട്ടിയിട്ടുള്ളൂ. നേരത്തെ ഇതേപോലെ കിട്ടിയപ്പോൾ ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ഏകദേശം തീരാറായിട്ടുണ്ട്. അപ്പം തന്നെ അത് അടുത്തത് കിട്ടിയിട്ടോ. ഞാൻ എൻ്റെ പുസ്തകങ്ങളൊക്കെ ദേ ഷെൽഫിലേക്ക് അടക്കി പെറുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇപ്പം കാണാനാണ് കുറച്ചും കൂടി ഭംഗിയെന്ന് എനിക്ക് തോന്നുന്നു. അപ്പം ഞാൻ അതിൽ നിന്നൊരു ബുക്ക് സെലക്ട് ചെയ്തിട്ടുണ്ട് വായിക്കാൻ വേണ്ടി. ഇത് ഞാൻ ഈ ഇടയ്ക്ക് വാങ്ങിച്ച ഒരു പുസ്തകമാണ് കേട്ടോ. അപ്പോൾ അത് ഈ ചായയൊക്കെ എടുത്തുകൊണ്ട് വന്ന് ഞാൻ പുസ്തകം വായിക്കാൻ വേണ്ടി ഇരുന്നിട്ടുണ്ട്. ഇവിടെയൊക്കെ ഞാൻ ഒന്നും കൂടി മൊത്തത്തിൽ ഇപ്പോൾ ഒരു ദിവസം കാണുന്ന പോലെ ആയിരിക്കില്ല ഞാൻ അടുത്ത ദിവസം വീഡിയോ ഇടുമ്പോൾ. എനിക്കിങ്ങനെ തോന്നുന്ന രീതിയിൽ ഞാനിങ്ങനെ മാറ്റി മറിച്ചും എനിക്ക് മനസ്സിനൊരു സംതൃപ്തി കിട്ടണ വരെ ഞാനിങ്ങനെ മാറ്റി മറിച്ചും ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും കേട്ടോ. പുസ്തകങ്ങളായതുകൊണ്ട് തന്നെ നമുക്കത് നല്ല രീതിയിൽ അടക്കി പറക്കി വെക്കണം എന്നുള്ളതുകൊണ്ടാണ് ഇപ്പം ഞാനത് മാറ്റി വേറെ സ്ഥലത്തേക്ക് വെച്ചത്. എന്തായാലും പിള്ളേരും ഇങ്ങനെ പിടിച്ച് വലിച്ചെടുക്കില്ല. പിന്നെ ഇവിടുത്തെ പിള്ളേരാണെങ്കിൽ പുസ്തകങ്ങൾ കീറിക്കളയോ അങ്ങനെയൊന്നും ചെയ്യില്ല കേട്ടോ. അവർക്കറിയാം ഞാൻ വായിക്കാൻ വേണ്ടി എടുക്കണതാണെന്ന് അറിയാവുന്നതുകൊണ്ട് തന്നെ അവരതിങ്ങനെ മറിച്ച് നോക്കിയിട്ട് അവിടെ തന്നെ വെക്കുകയുള്ളൂ കേട്ടോ. അടുക്കളയിൽ വന്ന് നോക്കിയപ്പോൾ ദേ മീനൊക്കെ കിടന്ന് മൊരിയണുണ്ട് കേട്ടോ. പിന്നെ ദേ ഇവിടെ അമ്മ പഴം പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട്. ഇവിടുത്തെ പിള്ളേർക്ക് പഴം പുഴുങ്ങിയത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പിന്നെ നമ്മൾ ക്രിസ്മസൊക്കെ ആവാറായല്ലോ, അപ്പോൾ വൈൻ കെട്ടിയിട്ടുണ്ട്. ഇവിടെ ഈ ടൈം ആകുമ്പോഴേക്കും വൈൻ കെട്ടൽ സ്ഥിരം കേട്ടോ. അപ്പോൾ പതിവ് തെറ്റിച്ചിട്ടില്ല, വൈൻ കെട്ടി വെച്ചിട്ടുണ്ട്. കുറേ നേരമായിട്ട് മോച്ചുവിൻ്റെ ശബ്ദം കേൾക്കാതായപ്പോൾ ഞാൻ വന്ന് നോക്കിയപ്പോൾ ദേ അവൻ കിടക്കണ കിടപ്പാട്ടോ ഇത്, വീഴാറായ പോലെ. ഞാൻ അവനെ വിളിച്ചപ്പോഴേക്കും അവൻ മൊബൈൽ നോക്കി കിടക്കണതാണെന്ന് എനിക്ക് മനസ്സിലായി. പിന്നെ അന്നമോളുടെ കുപ്പിയൊക്കെ വാങ്ങിച്ചുകൊണ്ട് ഞാൻ പോയിട്ടോ. പുറത്തേക്ക് വന്ന് നോക്കുമ്പോൾ അമ്മ ദേ മുടിയൊക്കെ എണ്ണയൊക്കെ പരട്ടി നിൽക്കുന്നുണ്ട്. ഇത് കണ്ടോ, ഇതാണ് കയ്യുണ്ണിയം. ഞങ്ങൾ എണ്ണ കാച്ചാനൊക്കെ എടുക്കുന്നത് കേട്ടോ. ഇവിടെ ഫുൾ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ സൈഡിലൊക്കെ ഇതാട്ടോ മൊത്തം ഇതുണ്ട്. അന്നമോളുടെ മുടി കണ്ടോ, അന്നമോളുടെ മുടി നമ്മൾ ഒരു കുഞ്ഞായിരിക്കുമ്പോൾ തൊട്ട് ഇത്ര എണ്ണ കാച്ചി കേട്ടോ അവൾക്ക് നമ്മളിങ്ങനെ കൊടുക്കണത്. ജനിച്ച ടൈമിലൊന്നും ഇവൾക്ക് ഒട്ടും മുടി ഉണ്ടായിരുന്നില്ല. പിന്നെ ഇങ്ങനെ എണ്ണയൊക്കെ തൂത്ത് ഇങ്ങനെ ആയതാട്ടോ. ഇതിപ്പോൾ നമ്മൾ വെട്ടാൻ ഉദ്ദേശിച്ചിട്ടില്ല, വളർത്താമെന്നാണ് കേട്ടോ നമ്മൾ തീരുമാനിച്ചേക്കണം. അതുകൊണ്ട് തന്നെ എപ്പോഴും ഇങ്ങനെ കെട്ടി കൊടുക്കും. പിന്നെ 2-3 ദിവസം കൂടുമ്പോഴേ തല കുളിപ്പിക്കുകയുള്ളൂ കേട്ടോ. പിന്നെ അമ്മ എനിക്കും മുടിയിൽ എണ്ണയൊക്കെ പറ്റി തന്നു. ഞാൻ 2 ദിവസം കൂടുമ്പോഴേ തല നനയ്ക്കാറുള്ളൂ. അപ്പോൾ എന്തായാലും അമ്മേനോട് ഞാനും പറ്റി തരാൻ പറഞ്ഞപ്പോൾ അമ്മ വേഗം എനിക്കും പറ്റി തന്നു കേട്ടോ. എനിക്കും ഇഷ്ടമൊക്കെയാണ്, പക്ഷേ എനിക്ക് സൈനസൈറ്റിസ് ഉള്ള കാരണം എനിക്കിങ്ങനെ എണ്ണയൊന്നും തേച്ച് എല്ലാ ദിവസവും കുളിക്കാൻ പറ്റില്ല. ഞാൻ അകത്ത് വന്നപ്പോഴേക്കും അമ്മ പഴമൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് നേരത്തെ പുഴുങ്ങാൻ വെച്ച പഴമാണ്. അപ്പോൾ അത് രണ്ടുപേരും കൂടി ഇരുന്ന് കഴിക്കുന്നുണ്ട് കേട്ടോ. അന്നമോൾക്കാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ്. അന്നമോൾ ഇങ്ങനെയൊക്കെ ആട്ടോ ഫുഡ് കഴിക്കുള്ളൂ. അപ്പോൾ അത് കൊടുത്തിട്ടുണ്ട്.
ഇപ്പം ഞങ്ങൾ ഈ സ്റ്റെപ്പ് കയറി പോണത് തുണി തോരയിടാനൊന്നല്ല കേട്ടോ, മുകളിൽ തക്കാളി ഉണ്ടായി കിടക്കുന്നുണ്ട്. അപ്പോൾ അത് കാണിച്ചു തരാമെന്ന് പറഞ്ഞുകൊണ്ട് അന്നമോളെയും കൂട്ടിക്കൊണ്ട് പോണതാട്ടെ ഈ കാണുന്നത്. ഇത് കണ്ടോ, തക്കാളി ഉണ്ടായി കിടക്കുന്നുണ്ട്. നേരത്തെ ഒരു തക്കാളി ഉണ്ടായിട്ടോ, പക്ഷെ ഇപ്പോൾ ഇങ്ങനെ 4 5 ഇങ്ങനെ ഒരുമിച്ച് ഉണ്ടാവുമെന്ന് ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല കേട്ടോ. എന്ത് രസമല്ലേ കാണാൻ. നമ്മുടെ വീട്ടിൽ തന്നെ ഇങ്ങനെ ഓരോന്ന് ഉണ്ടായി കാണാൻ നമുക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കുമല്ലോ. അപ്പോൾ അന്നമോൾ ഇങ്ങനെ നോക്കിയൊക്കെ നിൽക്കുന്നുണ്ട്. പിന്നെ ഇവിടെ ഇങ്ങനെ ചെറിയ രീതിയിൽ ചെടികളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇത് നാരങ്ങയുടെ ഒരിതാണ്, ചെറുനാരങ്ങയുടെ ഇതാട്ടോ. പിന്നെ ഞാൻ വാതിലൊക്കെ പൂട്ടി പതിയെ താഴേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അന്നമോൾ എപ്പോഴും കയറണതാട്ടോ ഈ സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ. അപ്പം ഞാൻ വരച്ച പടം കണ്ടപ്പോൾ അവളൊന്ന് സ്റ്റെക്കായിട്ട് നിന്നു. അവൾ കുറേ നേരം അതൊക്കെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. പിന്നെ പതുക്കെ ഇറങ്ങാൻ പറഞ്ഞ് ആൾ ഇറങ്ങി. ലാസ്റ്റ് സ്റ്റെപ്പിൽ നിന്ന് ഒരു എടുത്ത് ചാട്ടം ഉണ്ട് കേട്ടോ ആളുടെ. അപ്പോൾ പിന്നെ സമയം ഒട്ടും കളയാണ്ട് കുളിക്കാൻ പോകാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ ഡ്രസ്സൊക്കെ സെലക്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൽ മൊത്തം വീട്ടിലിരുന്ന ഡ്രസ്സാട്ടോ. ഇന്നിപ്പോൾ തലയും കൂടി കുളിക്കാനുള്ളതുകൊണ്ട് കുറച്ച് സമയം എടുത്തേ കുളിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് ഞാൻ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ ദേ റൂമിലേക്ക് പോണത് വേറെ ഒന്നല്ല, ഇനി എന്തെങ്കിലും കഴുകാനുള്ള തുണികൾ അവിടെ ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടി വന്നതാട്ടോ. അങ്ങനെ ഞാൻ ദേ ഈ തുണികളൊക്കെ കൊണ്ട് വാഷിംഗ് മെഷീനിൽ ഇട്ടിട്ടുണ്ട്. കൂട്ടത്തിൽ അന്നാമീനെയും പൊക്കിക്കൊണ്ട് വന്നു കേട്ടോ. ഇപ്പം ഞങ്ങൾ പോണത് പുറത്തേക്കാണ്. ഞാൻ കുളിക്കാൻ കയറിയ ടൈമിൽ നല്ല മഴയായിരുന്നു, അതെനിക്ക് കാണാൻ പറ്റിയില്ല കേട്ടോ. ഇങ്ങനെ നോക്കി നിൽക്കുമ്പോഴേക്കും പപ്പ വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇവിടെ ഭയങ്കര രസമായിരിക്കും കേട്ടോ, കാരണം പപ്പ വരുമ്പോൾ ബിസ്ക്കറ്റൊക്കെ വാങ്ങിച്ചുകൊണ്ടായിരിക്കും വരുന്നത്. അപ്പോൾ അതിൻ്റെ സന്തോഷം 2 എണ്ണത്തിൻ്റെ മുഖത്തുണ്ട് കേട്ടോ. അവർക്ക് മിഠായി കൊണ്ടുവരുമ്പോൾ ഇപ്പോൾ എനിക്കും കൂടി ഒരെണ്ണം കൊണ്ടുവരാറുണ്ട് കേട്ടോ. ഇപ്പോൾ എന്ത് സാധനം 3 എണ്ണമായിട്ടാണ് പപ്പ കൊണ്ടുവരാറ്. അതിൻ്റെ ഒരു സന്തോഷം എനിക്ക് നല്ല രീതിയിൽ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അന്നമോളെ ഞാൻ ആ മിഠായിയൊക്കെ കാണിച്ച് കൊതിപ്പിച്ചാട്ടോ കഴിക്കണത്. അന്നമോളുടെ കയ്യിൽ ഒരെണ്ണം ഉണ്ട്, എന്നാലും ഞാൻ എൻ്റെ സന്തോഷം അവളെ ഇങ്ങനെ ചുമ്മാ പിരിയേറ്റിയിട്ടാണ് തീർക്കാറ്. അപ്പോൾ ഞാൻ അവൾക്ക് ഉമ്മയൊക്കെ കൊടുക്കുന്നുണ്ട്. മിഠായി കഴിക്കുന്നുണ്ടെങ്കിൽ അവൾക്ക് പാല് വേണമെന്ന് പറഞ്ഞ് കരഞ്ഞപ്പോൾ പാലൊക്കെ എടുത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പുള്ളിക്കാരത്തി മിഠായി പതുക്കെ താഴെ വെച്ചു. ഇനിയിപ്പോൾ നോക്കിക്കോട്ടെ, മിഠായി ഒരു വായിൽ കഴിക്കും, പിന്നെ പാലും കുടിക്കും, അങ്ങനെ ആയിരിക്കും കേട്ടോ. അതൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ ക്രീംസൊക്കെ പറ്റാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഇന്നാണെങ്കിൽ വേറൊരു ക്രീമും പരട്ടുന്നില്ല, കാരണം എൻ്റെ മുഖത്തൊരു പിമ്പിൾ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു അതിനുള്ള ക്രീം പരറ്റാം എന്ന് വിചാരിച്ചിട്ട് ആ ക്രീം മാത്രം കേട്ടോ ഞാൻ പരട്ടി കൊടുക്കുന്നത്, വേറെ ഒന്നും പറ്റിയിട്ടില്ല. അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോ ഇത്രേ ഉള്ളൂ. അടുത്ത ദിവസം വേറെ വീഡിയോ എടുക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ.